എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ് കൊമേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിങ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. അപ്പോൾ പാർട്ട് ബിയിൽ പ്രോബ്ലം വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് ബിയിൽ പ്രോബ്ലം ഫസ്റ്റ് വന്നിട്ട് 9th ക്വസ്റ്റ്യൻ ആണ്. MS കമ്പനി ലിമിറ്റഡ് ഈസ് എ ലീഡിംഗ് മാനുഫാക്ചർ ഓഫ് എ സർട്ടൻ കൺസ്യൂമർ ഡ്യൂറബിൾ പ്രൊഡക്റ്റ്. ദ കമ്പനി ഹാസ് 2 divisions, engineering division and assembly division ആണ്. The output of the engineering division is transferred to the assembly division for further processing and assembling before being sold to the customers as complete product. Verification of the company's records reveals that the variable cost per unit of the product for engineering and assembly are 250 and 300 respectively. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 250 and 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് ഓഫ് ദ എഞ്ചിനീയറിംഗ് ഡിവിഷൻ ഈസ് ₹50,000 and that of the assembly division is ₹10,000. The product variable cost per unit of engineering division is ₹400 and the total output is 100 units which are sold to the customers on completion at ₹2,000 per unit. If the engineering division decides to charge its transfer to assembly division at a cost plus 150%, what will be the overall profit and profit of its 2 division? അപ്പോൾ എന്താണ് ഓവറോൾ പ്രോഫിറ്റ്, അതുമാതിരി 2 ഡിവിഷൻ്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്രൊഡക്റ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് നോക്കണം. അതായത് എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 400 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 യൂണിറ്റ് ആണ്, അത് നോക്കണം. പിന്നെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 ആണ്, നോക്കണം. പിന്നെ അസംബ്ലി ഡിവിഷൻ്റെ പറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് 300ഉം ഫിക്സഡ് കോസ്റ്റ് 10,000 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ആൻസറിലേക്ക് പോകാം. നമുക്ക് കാൽക്കുലേറ്റ് ദ എഞ്ചിനീയറിംഗ് ഡിവിഷൻസ് റവന്യൂ. എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിവിഷൻ ട്രാൻസ്ഫേഴ്സ് ഔട്ട്പുട്ട് ടു ദ അസംബ്ലി ഡിവിഷൻ അറ്റ് കോസ്റ്റ് പ്ലസ് എത്രയും 150, അതായത് 150% വെച്ചിട്ടാണ്, അതായത് എഞ്ചിനീയറിംഗ് ഡിവിഷൻ അസംബ്ലി ഡിവിഷനിലോട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ഇക്വേഷൻ, അതായത് പ്രൊഡക്റ്റ് വേരിയബിൾ കോസ്റ്റ്, പ്രൊഡക്റ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് പറഞ്ഞു 400 പറഞ്ഞു യൂണിറ്റാണ്, അതുമാതിരി 100 യൂണിറ്റാണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത്, പ്ലസ് ഡിവിഷൻസ് വേരിയബിൾ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ് ഡിവിഷൻ്റെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്? 25,000. ഈ 25,000 എന്ന് പറയുന്നത് എത്രയാണ്? 250 ആണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു, 100 യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ 250 × 100 യൂണിറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 25,000 പ്ലസ് വേരിയബിൾ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50,000. അപ്പോൾ എത്ര? 40,000 പ്ലസ് 25,000 പ്ലസ് 15,000 ഈസ് ഈക്വൽ ടു എത്ര? 80,000 ആണ് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണ് എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ? ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ കോസ്റ്റ് ഇൻറ്റു 1 പ്ലസ് 150%. 150% നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 80,000, 80,000 ഇൻറ്റു എത്ര? 1 പ്ലസ് 150% ചെയ്യുന്ന സമയത്ത് 2.5 ആണ് കിട്ടുന്നത്. അപ്പോൾ 80,000 ഇൻറ്റു 2.5 ഈസ് ഈക്വൽ ടു 2 lakh ആണ് ട്രാൻസ്ഫർ പ്രൈസ്, എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ ട്രാൻസ്ഫർ പ്രൈസായിട്ട് വരുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ ട്രാൻസ്ഫർ പ്രൈസ് ഇത്രയും ആയതുകൊണ്ട് തന്നെ എന്താ, എഞ്ചിനീയറിംഗ് ഡിവിഷന് 2 lakh ആണ് നമ്മുടെ പ്രോഫിറ്റ് ആയിട്ടുള്ളത്. അതായത് റവന്യൂ ആയിട്ട് എഞ്ചിനീയറിംഗ് ഡിവിഷന് 2 lakh ആണുള്ളത്. ഓക്കെ, ഇനി അസംബ്ലി ഡിവിഷൻ്റെ കാര്യം നോക്കാം. എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ ഓപ്പറേറ്റിംഗ് ഇൻകം നോക്കാണ്ട്, എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത് എന്താ? റവന്യൂവിൽ നിന്നും നമ്മൾ എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എത്രയാണ്? പ്രോഫിറ്റ് ഇൻകം കിട്ടും. അതായത് 2 lakh മൈനസ് 80,000 ഈസ് ഈക്വൽ ടു എത്ര? 1,20,000. അപ്പോൾ അതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻകം. എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ ഓപ്പറേറ്റിംഗ് ഇൻകം ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇനി അസംബ്ലി ഡിവിഷൻ്റെ റവന്യൂ എന്ന് പറയുന്നത് എന്താ? അസംബ്ലി ഡിവിഷൻ്റെ റവന്യൂ കാണാനുള്ളത് എത്രയാണ്? അസംബ്ലി ഡിവിഷനിൽ ദ ഫൈനൽ പ്രൊഡക്റ്റ് ആർ സോൾഡ് ടു ദ എക്സ്റ്റേണൽ ബയേഴ്സ് അറ്റ് ₹2,000 പെർ യൂണിറ്റ് ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100 യൂണിറ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ 2,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് വരുന്നത്? 2 lakh ആണ് അസംബ്ലി ഡിവിഷൻ്റെ റവന്യൂ ആയിട്ട് വരുന്നത്. ഇനി നാലാമത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അസംബ്ലി ഡിവിഷൻ്റെ ടോട്ടൽ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ട്രാൻസ്ഫേർഡ് കോസ്റ്റ്, അതായത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് ഡിവിഷനിൽ നിന്നും അസംബ്ലി ഡിവിഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ കോസ്റ്റാണ് പറയുന്നത്. അപ്പോൾ 2 lakh പ്ലസ് എന്താണ് അസംബ്ലി ഡിവിഷൻ്റെ വേരിയബിൾ കോസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ നോക്കാൻ പറഞ്ഞു എത്രയാണ്? 300 ഇൻറ്റു 100 യൂണിറ്റ്, അപ്പോൾ 30,000 പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 10,000 ഈസ് ഈക്വൽ ടു എത്ര? 2,40,000 ആണ് നമ്മുടെ അസംബ്ലി ഡിവിഷൻ്റെ ടോട്ടൽ
ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അസംബ്ലി ഡിവിഷൻ്റെ ഓപ്പറേറ്റിംഗ് ഇൻകം കാണാം. അസംബ്ലി ഡിവിഷൻ്റെ ഓപ്പറേറ്റിംഗ് ഇൻകം കാണാൻ ചെയ്യുക എത്രയാണ്, റവന്യൂവിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യുക. അതായത് 2,40,000 നിന്നും എത്ര 2,00,000 നമ്മളിവിടെ പറഞ്ഞു ഓപ്പറേറ്റിംഗ് ഇൻകം 2,00,000 കിട്ടിയിട്ട് ഓപ്പറേറ്റിംഗ് ഇൻകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റവന്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ 2,00,000 നിന്നും 2,40,000 കുറയ്ക്കുക. അപ്പോൾ മൈനസ് ചെയ്യുന്ന സമയത്ത് എന്താണ് 40,000 ആണ് കിട്ടുന്നത്. അപ്പോൾ അസംബ്ലി ഡിവിഷന് ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ട് വരുന്നത് ഒരു ലോസാണ്. അതായത് 40,000 റുപ്പീസ് ലോസാണ് അസംബ്ലി ഡിവിഷന് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നോക്കാനുള്ളത് എന്താണ്, ഇനി ടോട്ടൽ കമ്പനീൻ്റെ ഓവറോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഓവറോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, ഓവറോൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു അസംബ്ലി ഡിവിഷൻ്റെ റവന്യൂ. അസംബ്ലി ഡിവിഷൻ്റെ റവന്യൂ എത്രയാണ് പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആൻസർ ചെയ്തു എന്തായിരുന്നു, 2,00,000 ആണ്. മൈനസ് എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ വേരിയബിൾ കോസ്റ്റ് പ്ലസ് എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ വേരിയബിൾ കോസ്റ്റ്. അതായത് എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ പ്രൊഡക്റ്റ് വേരിയബിൾ കോസ്റ്റും ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ ഡിവിഷൻ വേരിയബിൾ കോസ്റ്റും ഉണ്ട്, പിന്നെ എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, അതുവരെ നോക്കാം. അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ റവന്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 2,00,000 മൈനസ് 40,000. അപ്പോൾ 40,000 നമ്മൾ അതിൽ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 25,000 വേരിയബിൾ കോസ്റ്റും 50,000 എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റും. ഇനി അതേമാതിരി അസംബ്ലി ഡിവിഷൻ്റെ വേരിയബിൾ കോസ്റ്റും അസംബ്ലി ഡിവിഷൻ്റെ ഫിക്സഡ് കോസ്റ്റും 30,000 പ്ലസ് 10,000. അപ്പോൾ ഇത് മൊത്തം കൂട്ടിയിട്ട് നമ്മൾ 2,00,000 നിന്നും മൈനസ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് എത്ര, 2,00,000 മൈനസ് 1,20,000 ഈസ് ഈക്വൽ ടു 80,000 ആണ് നമ്മുടെ കമ്പനീൻ്റെ ഓവറോൾ പ്രോഫിറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ അസംബ്ലി ഡിവിഷൻ്റെ പ്രോഫിറ്റ് എത്രയാണ്, എക്സ്പെൻസ് എത്ര കണ്ടുപിടിക്കണം, വേരിയബിളിൻ്റെ അതുമാതിരി എഞ്ചിനീയറിംഗ് ഡിവിഷൻ്റെ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക, കമ്പനീൻ്റെ ഓവറോൾ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യനാണ്. ബീറ്റാകോ അതായത് കമ്പനി പ്രൊഡ്യൂസസ് 3 പ്രൊഡക്റ്റ് ഇ, എഫ് ആൻഡ് ജി. ഡീറ്റെയിൽസ് ഓഫ് വിച്ച് ആർ ഷോൺ ബിലോ. താഴെ തന്നിരിക്കുന്നതാണ്. ഇ, എഫ്, ജി തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്ര, 120, 110, 130. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് 60, 70, 85. പിന്നെ മാക്സിമം ഡിമാൻഡ് യൂണിറ്റിലാണ് തന്നിരിക്കുന്നത് 30,000, 25,000, 40,000. ടൈം റിക്വയർഡ് ഓൺ ദ ബോട്ടിൽ നെക്ക് റിസോഴ്സസ് ഹവർ പെർ യൂണിറ്റ് 5, 4, 3. ഓക്കെ, അപ്പോൾ ബോട്ടിൽ നെക്ക് അതായത് നമ്മുടെ ത്രൂപുട്ട് അക്കൗണ്ടിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് 3,20,000 ബോട്ടിൽ നെക്ക് ഹവേഴ്സ് അവൈലബിൾ ഈച്ച് മന്ത്. ഓരോ മാസവും നമുക്ക് എത്രയാണ്, 3,20,000 ബോട്ടിൽ ഹവേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, കാൽക്കുലേറ്റ് ദ ത്രൂപുട്ട് പെർ യൂണിറ്റ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും ത്രൂപുട്ടിൻ്റെ പെർ യൂണിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അവർക്ക് എന്താണ്, റാങ്ക് ദ പ്രൊഡക്റ്റ് ഇൻ ഓർഡർ ഓഫ് ദ പ്രയോറിറ്റി ഇൻ വിച്ച് ദേ ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സ്റ്റാർട്ടിങ് വിത്ത് ദ പ്രൊഡക്റ്റ് ദാറ്റ് ജനറേറ്റ് ദ ഹയസ്റ്റ് റിട്ടേൺ പെർ ഹവർ ഫസ്റ്റ്. ഹയസ്റ്റ് റിട്ടേൺ പെർ ഹവർ ഫസ്റ്റ് ഏതാണോ തരുന്നത് നോക്കിയിട്ട് നമുക്ക് റാങ്ക് കൂടിയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റ് വന്നിട്ട് ത്രൂപുട്ട് പെർ യൂണിറ്റ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. ത്രൂപുട്ട് പെർ യൂണിറ്റ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ത്രൂപുട്ട് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ് നോക്കുക, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്, 120, 110, 130. അതുമാതിരി ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 60, 70, 85. അപ്പോൾ 120 മൈനസ് 60 ഈസ് ഈക്വൽ ടു എത്രയാണ്, 60. 110 മൈനസ് 70 ഈസ് ഈക്വൽ ടു 40. അതിവിടെ ചെയ്യുക. പിന്നെ ജി വന്നിട്ട് എത്ര, 130 മൈനസ് 85 ഈസ് ഈക്വൽ ടു 45 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രൂപുട്ട് പെർ യൂണിറ്റ് കിട്ടും. ഇനി എന്താണ് കാൽക്കുലേറ്റ് റിട്ടേൺ പെർ ബോട്ടിലിനൊക്കെ ഹവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, റിട്ടേൺ പെർ ബോട്ടിലിനൊക്കെ ഹവർ ഈസ് ഈക്വൽ ടു എത്ര, ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈം റിക്വയർഡ് ഓൺ ദ ബോട്ടിലിനൊക്കെ റിസോഴ്സസ്. അതായത് ഹവർ പെർ യൂണിറ്റ് ഇതെല്ലാം ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ത്രൂപുട്ട് പെർ യൂണിറ്റ് എത്ര, ഫസ്റ്റത്തെ ഇയുടെ 60, എഫിൻ്റെ 40 ആൻഡ് ജീൻ്റെ 45. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം. ബോട്ടിൽ നെക്ക് പെർ ഹവർ ക്വസ്റ്റിൽ നോക്കാം. ഫസ്റ്റ് 5, 4, 3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് 60 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. ഫസ്റ്റ് 60 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു എത്രയാണ്, 12 പെർ ഹവറാണ് പ്രൊഡക്റ്റ് ഇൻ്റെ വരുന്നത്. പ്രൊഡക്റ്റ് എഫിൻ്റെ വരുന്നത് എത്രയാണ്, 40 ഡിവൈഡഡ് ബൈ 4 ആണ് ബോട്ടിലിനക്ക് ഹവർ ഈസ് ഈക്വൽ ടു 10 പെർ ഹവറാണ്. പ്രൊഡക്റ്റ് ജീൻ്റെ വരുന്നത് എത്ര, 45 ആണ് ബോട്ടിലിനക്ക് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ബോട്ടിലിനക്ക് ഹവർ 3 ആൻഡ് ഈസ് ഈക്വൽ ടു എത്ര, 15 പെർ ഹവറാണ്. അപ്പോൾ ഇനി റാങ്ക് ചെയ്യണം. ഈ ഒരു ഹവേഴ്സ് വെച്ചിട്ടാണ് റാങ്ക് ചെയ്യണത്. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്, പ്രൊഡക്റ്റ് ജീൻ്റെ, അതായത് 15 പെർ ഹവറാണുള്ളത്. ആൻഡ് റാങ്ക് 2
വിൽ ബി പ്രൊഡക്റ്റ് ഇ, അതായത് 12 പെർ ഹവർ, ആൻഡ് പ്രൊഡക്റ്റ് എഫ് എന്ന് പറയുന്നത് എത്രയാണ്, റാങ്ക് 3 ആണ്, അതായത് 10 പെർ ഹവർ ആണ്. അപ്പോൾ ആ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഇവിടെ റാങ്ക് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ജി 50, പ്രൊഡക്റ്റ് ഇ 12 ആൻഡ് പ്രൊഡക്റ്റ് എഫ് റാങ്ക് 3 ആയിട്ട് വരുന്നത് 10 പെർ ഹവർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടും. ഇതിൽ 2 ഇക്വേഷൻസാണ് ഉള്ളത്. ബോട്ടിൽ നെക്ക് ഹവറിൻ്റെ റിട്ടേൺ ഇക്വേഷനും പിന്നെ ത്രൂപുട്ട് പെർ യൂണിറ്റിൻ്റെ ഇക്വേഷനും. അത് 2 മൈനസ് ചെയ്താൽ മതി. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വേഗം ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. XYZ ലിമിറ്റഡ് മാനുഫാക്ചേഴ്സ് 3 പ്രൊഡക്റ്റ്, 3 പ്രൊഡക്റ്റ് XYZ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. PQR ദ ആക്ച്വൽ ജോയിൻറ്റ് എക്സ്പെൻസ് ഓഫ് മാനുഫാക്ചർ ഫോർ എ പീരീഡ് വേർ 80,000. ആക്ച്വൽ എക്സ്പെൻസസ് എത്രയാണ് വരുന്നത്, 80,000 ആണ്, അല്ല 80,000 റുപ്പീസാണ്. ഇറ്റ് വാസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദ പ്രോഫിറ്റ് ഓൺ ഈച്ച് പ്രൊഡക്റ്റ് ആസ് എസ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് വുഡ് ബി. സെയിൽസ് എത്രയാണ് പറയുന്നത്, 30%, 25% ആൻഡ് 50% റെസ്പെക്റ്റീവ്ലി. സബ്സീക്വൻറ്റ് എക്സ്പെൻസസ് ആണ് പറയുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ എക്സ്പെൻസ് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഓവർ ഹെഡ്. അപ്പോൾ PQR എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കേസ് 100, 75, 25, ഡയറക്റ്റ് വേജസ് 200, 125, 50, ഓവർ ഹെഡ് 150, 125, 75. പിൻ്റെ മൊത്തത്തിലുള്ള എക്സ്പെൻസ് പറയുന്നത് 450, ക്യൂവിൻ്റെ വന്നിട്ട് 325, ആറിൻ്റെ വന്നിട്ട് എത്ര 150. ഇനി സെയിൽസ് എന്ന് പറയുന്നത് 6,000, 4,000, 2,500. പ്രിപ്പയർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് അപ്പോഷ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് എക്സ്പെൻസ് ഓഫ് മാനുഫാക്ചർ ഓവർ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ ജോയിൻറ്റ് അപ്പോഷ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ, ജോയിൻറ്റ് അപ്പോഷ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് അപ്പോഷ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ്. അപ്പോൾ അതിൽ നമ്മൾ ടേബിൾ വരയ്ക്കുന്നു. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റിൽ സെയിൽസ് തന്നിട്ടുണ്ട്. എത്രയാണ് സെയിൽസ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്, സെയിൽസ് തന്നിരിക്കുന്നത് 60,000, 4,000, 2,500. അതിൻ്റെ പെർസെൻറ്റേജ് വന്നിട്ട് 30, 25, 50. ഓക്കെ, അത് 3 നമ്മളിങ്ങനെ എഴുതി വെച്ചതിന് ശേഷം 3 എഴുതി വെച്ചു. ഓക്കെ, 60,000 എഴുതി, 4,000, 2,500 എഴുതി വെച്ചു. ഇനി പെർസെൻറ്റേജ്, അതായത് 60,000 ഇൻറ്റു 30%, 4,000 ഇൻറ്റു 25% ആൻഡ് 2,500 ഇൻറ്റു 50%. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എത്ര 1,800 കിട്ടും. 1,000 സീൻ്റെ വന്നിട്ട് 375. അത് ടോട്ടൽ അപ്പം തന്നെ ഡയറക്റ്റ് അപ്പുറത്ത് എഴുതി വയ്ക്കാം, ഒരു കോളം കൂടി വരച്ചിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ ടോട്ടൽ എത്ര വരുന്നത് 3,175 കിട്ടും. അപ്പോൾ ഇനി ഇത് രണ്ടും ഇത് മൈനസ് ചെയ്യുക, അതായത് സെയിൽസിൽ നിന്നും എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് മൈനസ് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. എയുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 4,200, ബീൻ്റെ 3,000, സീൻ്റെ വന്നിട്ട് 2,125. ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 9,325 ആണ്. ഇനി എന്താണ് പറയുന്നത്, ഇനി സബ്സീക്വൻ്റ് എക്സ്പെൻസ് ഉണ്ട്. ഈ എക്സ്പെൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. എക്സ്പെൻസ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് എത്രയാണ് നമ്മൾ പറഞ്ഞു, പിയുടെ എക്സ്പെൻസ് 450, ക്യൂവിൻ്റെ 325, 150, ആറിൻ്റെ. അപ്പോൾ അത് 3 നമ്മൾ എഴുതി വയ്ക്കുന്നു. എയുടെയിൽ എഴുതി വയ്ക്കുന്നു, ബിയുടെയിലും സിയുടെയിലും എഴുതി വയ്ക്കുന്നു. ടോട്ടൽ 925 എഴുതി വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസിൽ നിന്നും സബ്സീക്വൻ്റ് എക്സ്പെൻസ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ 450, 200, 325, 150, അത് മൈനസ് ചെയ്യുന്ന സമയത്ത് ബേസിക് ഓഫ് അപ്പോഷ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് കിട്ടും. അതായത് 3,750, 2,675, 1,975, മൊത്തം ടോട്ടൽ 8,400. അപ്പോൾ 8,400 നമ്മൾ അവിടെ കണക്കാക്കി വയ്ക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ജോയിൻറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ബേസിക് അപ്പോഷ്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് എയുടെ, അതായത് 3,750 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ് 8,400 ഇൻറ്റു 800, അല്ല 8,000 അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത്. 8,000 നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ജോയിൻറ്റ് കോസ്റ്റ് ഓഫ് എക്സ്പെൻസ്, മാനുഫാക്ചർ ജോയിൻറ്റ് കോസ്റ്റ് ഓഫ് എക്സ്പെൻസ് 8,000 ആണ്. ആ സംഖ്യയാണ് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് 3,571 കിട്ടും. ഇനി രണ്ടാമത്തെ ബീൻ്റെ വരുന്ന സമയത്ത് എത്രയാണ് 202,675 ഡിവൈഡഡ് ബൈ 8,400 ഇൻറ്റു 8,000 ഈസ് ഈക്വൽ ടു എത്ര 2,548 കിട്ടും. ഇനി സിയുടെ കേസിൽ പറയുന്നത് എത്ര 1,795 ഡിവൈഡഡ് ബൈ 8,400 ഇൻറ്റു 8,000 ഈസ് ഈക്വൽ ടു എത്രയാണ്
1881. അപ്പോൾ ആ മൂന്നെണ്ണത്തിൻ്റെ എന്താ ജോയിൻറ്റ് കോസ്റ്റ് കിട്ടി. എയുടെ ജോയിൻറ്റ് കോസ്റ്റ്, ബിയുടെ, സിയുടെ, ഈ മൂന്നെണ്ണത്തിൻ്റെ ജോയിൻറ്റ് കോസ്റ്റ് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ, അതായത് 11th ക്വസ്റ്റ്യൻ കംപ്ലീറ്റഡ് ആയി. ഓക്കെ, ഇനി 12th ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ്. The CAM company manufactures webcam devices which can provide live video and audio streams via personal computers. It has recently been suffering from liquidity problems and hopes that will be eased by the launch of its new webcam. അതായത് ക്യാംകോം കമ്പനി മാനുഫാക്ചേഴ്സ് ഒരു വെബ്കാമും ഡിവൈസസുകളൊക്കെ ചെയ്യണവരാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എന്താ ലിക്വിഡിറ്റി പ്രോബ്ലംസ് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അത് മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ പുതിയൊരു വെബ്കാം അവർ ലോഞ്ച് ചെയ്തു. അങ്ങനെയാണ് പറയുന്നത്. പുതിയ വെബ് ക്യാമ്പ് ലോഞ്ച് ചെയ്തിട്ട് അതിന് നല്ല കാര്യങ്ങൾ, അതായത് വീഡിയോ ക്വാളിറ്റിയും സൗണ്ടൊക്കെ നല്ല രീതിക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. വെബ് ക്യാം ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് എ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഓഫ് 2 years. ആ വെബ് ക്യാമിന് 2 വർഷത്തെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളാണുള്ളത്. മാർക്കറ്റ് റിസർച്ച് ഹാസ് ഓൾറെഡി ബീൻ ക്യാരിഡ് ഔട്ട് ടു എസ്റ്റാബ്ലിഷ് ദ ടാർഗറ്റഡ് സെല്ലിംഗ് പ്രൈസ് ആൻഡ് പ്രൊജക്റ്റഡ് ലൈഫ് ടൈം സെയിൽസ് വോളിയം ഫോർ ദ പ്രൊഡക്റ്റ്. കോസ്റ്റ് എസ്റ്റിമേറ്റ്സ് ഹാവ് ആൾസോ ബീൻ പ്രിപ്പയർഡ്. Based on the current proposed product specifications, Camco uses life cycle costing to work out the target cost for its product. You are provided with the following relevant information. താഴെ പറയുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞത്. പ്രൊജക്റ്റഡ് ലൈഫ് ടൈം സെയിൽസ് വോളിയം എന്ന് പറയുന്നത് എത്ര? 50,000 ആണ്. അതായത് സെയിൽസ് വോളിയം എന്ന് പറയുന്നത് 50,000 യൂണിറ്റ്സും സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 200ഉമാണ്. ടാർഗറ്റ് പ്രോഫിറ്റ് മാർജിൻ 35%. അപ്പോൾ ആ മൂന്നെണ്ണം നോക്കി വെക്കണം. പിന്നെ എന്താ പറയുന്നത്, മാനുഫാക്ചറിങ് കോസ്റ്റ് ഇൻക്ലൂഡ്സ് ഡയറക്റ്റ് മെറ്റീരിയൽ ബോട്ട് ഇൻ പാർട്സ് ആയിട്ട് വാങ്ങിയിരിക്കുന്നത്. അതിൽ 40 ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നത്. ഡയറക്റ്റ് ലേബർ 26, മെഷീൻ എന്ന് പറയുന്നത് മെഷീൻ കോസ്റ്റ് 24, ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ് 10 ആണ് പറയുന്നത്. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ആസ് റെലവൻറ്റ്. ഇനി താഴെ പറയുന്ന കാര്യങ്ങളും കൂടി നോക്കണം. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ആൾ ഓഫ് ദ പാർട്സ് കറൻ്റ്ലി പ്രപ്പോസ്ഡ് ഫോർ ദ വെബ് ക്യാം ആർ ബേസ് പോക്ക് പാർട്സ് ആണ്. However, most of this can actually be replaced with the standard parts costing 55% lesser. However, 3 of the bespoke parts which currently account for 20% estimated direct material cost cannot be replaced, although an alternative supplier charging 10% less has been sourced for this parts. അതായത് ഇതിൽ എന്താ പറഞ്ഞു വെച്ചാൽ 55% സ്റ്റാൻഡേർഡ് പാർട്സ് കോസ്റ്റിംഗ് എന്താ ലെസ് കുറവായിട്ട് അതിൽ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ 20%, അതായത് 3 ബേസ് പോക്ക് പാർട്സുകൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു സപ്ലയർ അതിന് 10% ചാർജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി കാൽക്കുലേറ്റ് ടാർഗറ്റ് കോസ്റ്റ്. അപ്പോൾ ക്വസ്റ്റിൽ എന്താ ടാർഗറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കണം. പിന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ, അതായത് ഈ ഒന്നിട്ട് സബ് പോയിൻ്റത്തെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ ടാർഗറ്റഡ് കോസ്റ്റ് വെച്ച് കണ്ടുപിടിക്കാം. ടാർഗറ്റ് കോസ്റ്റ്. അപ്പോൾ ആദ്യം ടാർഗറ്റ് റവന്യൂ കണ്ടുപിടിക്കുക. അതായത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് പറഞ്ഞു. സെല്ലിംഗ് പ്രൈസ് എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് പറയണത് 200, അതുമാതിരി സെയിൽസ് വോളിയം 50,000 യൂണിറ്റ്. അപ്പോൾ 50,000 ഇതും, അതായത് 200 × 50,000 ഈസ് ഈക്വൽ ടു 1 crore ആണ് ടാർഗറ്റ് റവന്യൂ ആയിട്ട് വരുന്നത്. ടാർഗറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞപ്പോൾ പ്രോഫിറ്റ് മാർജിൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 35% നോക്കി വെക്കണമെന്ന്. അപ്പോൾ 35% നോക്കുക. അതായത് ടാർഗറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടാർഗറ്റ് പ്രോഫിറ്റ് മാർജിൻ ഇൻ ടു ടാർഗറ്റ് റവന്യൂ ഈസ് ഈക്വൽ ടു 35% നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 0.35 × 1 crore ഈസ് ഈക്വൽ ടു 35 lakh. അതാണ് ടാർഗറ്റ് പ്രോഫിറ്റ്. 35 lakh ആണ് ടാർഗറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. ടാർഗറ്റ് കോസ്റ്റ്, ഇപ്പോൾ ടാർഗറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതായത് ടാർഗറ്റ് റവന്യൂവിൽ നിന്നും പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ വി വിൽ ഗെറ്റ് എത്രയാണ് ടാർഗറ്റ് കോസ്റ്റ്. 1 crore - 35 lakh ഈസ് ഈക്വൽ ടു 65 lakh ആണ് ടാർഗറ്റ് കോസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടാർഗറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വരുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ. അത് കണ്ടുപിടിക്കണം. അതിൽ ഇനീഷ്യൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ് പറഞ്ഞത്? 40 ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റായിട്ട് പറഞ്ഞത്. ഇനി കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് പാർട്സ് ദാറ്റ് ക്യാൻ ബി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പാർട്സിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതിൽ പറയണത് പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ദാറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് 20% നമ്മുടെ ക്വസ്റ്റ്യനിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 100%-ൽ നിന്ന് 20% മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ 80% ആണ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ,
അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ഇതിൽ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോസ്റ്റ് ഓഫ് പാർട്സ് ദാറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ഈസ് ഇക്വൽ ടു 80% കൺവേർട്ട് ചെയ്യുമ്പോൾ 0.80 ഇൻറ്റു 40, അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു 32 ആണ് നമുക്ക് എത്രയാണ് ഇപ്പോൾ കോസ്റ്റ് ഓഫ് പാർട്സ് കിട്ടണത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടതാണ് കാൽക്കുലേറ്റ് ന്യൂ കോസ്റ്റ് ഓഫ് റീപ്ലേസ്ഡ് പാർട്സ്. ഇപ്പോൾ ന്യൂ കോസ്റ്റ് ഓഫ് റീപ്ലേസ്ഡ് പാർട്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ദ റിഡക്ഷൻ കോസ്റ്റ് ഫോർ റീപ്ലേസ്ഡ് പാർട്സ് ഈസ് ഈക്വൽ ടു 55% നമുക്ക് റിഡക്ഷൻ ഉണ്ടെന്നും പറഞ്ഞു. കോസ്റ്റ് ഓഫ് ദ ന്യൂ കോസ്റ്റ് ഓഫ് റീപ്ലേസ്ഡ് പാർട്സ് ഈസ് ഈക്വൽ ടു 32. ഇപ്പോൾ കണ്ടുപിടിച്ചല്ലോ 32. ആ 32 ഇൻറ്റു 1 മൈനസ് 55% കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എത്രയാണ് കിട്ടുന്നത്? 0.55 ഈസ് ഇക്വൽ ടു 32 ഇൻറ്റു 0.45 ഈസ് ഇക്വൽ ടു 14.4 ആണ് കോസ്റ്റ് ഓഫ് ന്യൂ റീപ്ലേസ്ഡ് പാർട്സ് വരുന്നത്. ഇനി ബേസ് പോക്ക് പാർട്സിൻ്റെ കോസ്റ്റ് എത്രയാണ് കണ്ടുപിടിക്കണം. ബേസ് പോക്ക് പാർട്സിൻ്റെ കോസ്റ്റ് നമുക്ക് 20% ആണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ 20% കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 0.20 ഇൻറ്റു 40 ഡയറക്റ്റ് മെറ്റീരിയലാണത് 40 ഇസിക്കൽ ടു എത്രയാണ്? 8 കിട്ടും. ഇനി കാൽക്കുലേറ്റ് ന്യൂ കോസ്റ്റ് ഓഫ് ബേസ് പോക്ക് പാർട്സ് റിഡക്ഷൻ ഇൻ ദ കോസ്റ്റ് ഫോർ ബേസ് പോക്ക് പാർട്സ് ഫ്രം ആൾട്ടർനേറ്റീവ് സപ്ലയർ 10%. ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ആൾട്ടർനേറ്റീവ് സപ്ലയേഴ്സിൽ നിന്നും പറഞ്ഞ ചാർജ് ചെയ്യുന്നത് 10% ആണെന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂ കോസ്റ്റ് ഓഫ് ബേസ് പോക്ക് പാർട്സ് എന്ന് പറയുന്നത് എത്രയാണ്? 8. അതേ ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ കോസ്റ്റ് ഓഫ് ബേസ് പോക്ക് പാർട്സ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 1 മൈനസ് 10% കൺവേർട്ട് ചെയ്യുമ്പോൾ 0.10 ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 0.90 ഈസ് ഈക്വൽ ടു എത്ര? 7.2 ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ന്യൂ ബേസ് പോക്ക് പാർട്സിൻ്റെ വരുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി കാൽക്കുലേറ്റ് ന്യൂ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ പറഞ്ഞ 14.4 അതായത് ന്യൂ കോസ്റ്റ് ഓഫ് റീപ്ലേസ്ഡ് പാർട്സ് പ്ലസ് എന്താ ചെയ്യേണ്ടത്? ഇവിടെ പറഞ്ഞു ന്യൂ കോസ്റ്റ് ഓഫ് ബേസ് പോക്ക് പാർട്സ് അതായത് 7.2 അതായത് 14.4 പ്ലസ് 7.2 ഈസ് ഇക്വൽ ടു 21.6. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് ന്യൂ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടി. പിന്നെ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 14th ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ എന്താണ് ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ. അപ്പോൾ ബി പാർട്ടിൽ മൊത്തം വരുന്ന ക്വസ്റ്റ്യൻ ഒരു തിയറിയും ബാക്കി 7 പ്രോബ്ലംസും ആണ് വരുന്നത്. ഓക്കെ, അപ്പം എത്രത്തോളം പ്രോബ്ലം പഠിച്ചു പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ എന്താ തോന്നിയത്? എളുപ്പമുണ്ടോ ടഫുണ്ടോ? അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, ഇനി 40th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ABC ലിമിറ്റഡ് ഫിക്സസ് ദ ഇൻ്റർ ഡിവിഷണൽ ട്രാൻസ്ഫർ പ്രൈസസ് ഫോർ ഇറ്റ്സ് പ്രൊഡക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് പ്ലസ് എ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഡിവിഷൻ ദ ബഡ്ജറ്റഡ് ഫോർ ഡിവിഷൻ A ഫോർ 2020-21 ആസസ് ഫോളോ. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റ് വരുന്നത് ഫിക്സഡ് അസറ്റ് പറയണത് 5 lakh ആൻഡ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? കറണ്ട് അസറ്റ് 3 lakh ആൻഡ് ഡെപ്റ്റേഴ്സ് 2 lakh. ആനുവൽ ഫിക്സഡ് കോസ്റ്റ് ഫോർ ദ ഡിവിഷൻ. ഓക്കെ, അപ്പോൾ ഫിക്സഡ് കോസ്റ്റും ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും ഡെപ്റ്റേഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു സ്റ്റോക്ക് അല്ലേ? അത് മൂന്നും നമ്മൾ നോക്കുക. അത് മൂന്നും നോക്കിയതിന് ശേഷം കാൽക്കുലേഷൻ ഓഫ് ഡിസൈർഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് എത്ര? 5 lakh, കറണ്ട് അസറ്റ് 3 lakh ആൻഡ് സ്റ്റോക്ക് അതായത് ഡെപ്റ്റേഴ്സ് 2 lakh ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 lakh ആണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതുവരെ നോക്കിയിട്ട് അത് മൂന്നും കാൽക്കുലേറ്റ് പ്ലസ് ചെയ്തിട്ട് അതായത് ആഡ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതുക. ഇനി ക്വസ്റ്റിലോട്ട് പോവാം. ക്വസ്റ്റിൽ പോയ സമയത്ത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടി, അതിൻ്റെ കൂടെ ഡിസൈർഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് 30% ഓൺ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 lakhൻ്റെ 30% ഈസ് ഈക്വൽ ടു 3 lakh എന്ന് പറയുന്നുണ്ട്. ഇനി കാൽക്കുലേഷൻ ഓഫ് ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ബഡ്ജറ്റഡ് വോളിയം അതായത് 2,50,000 യൂണിറ്റ്സ് പെർ ഇയർ ആൻഡ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് 50. അതായത് 2,50,000 ഇൻറ്റു എത്രയാണ്? 50 ഈസ് ഈക്വൽ ടു 37,50,000. ഇനി ഫിക്സഡ് കോസ്റ്റ് പറഞ്ഞു 5 lakh. അത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കോസ്റ്റ് ആയിട്ടുള്ളത് എത്ര? 42,50,000 കിട്ടും. ഇനി ഡിസൈർഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് 3 lakh.
അത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടുന്നത്, ടോട്ടൽ എമൗണ്ട് ടു ബി ചാർജ്ഡ് 45,50,000 ആണ് നമുക്ക് കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ചെയ്യുന്നത് ഇൻ്റർ ഡിവിഷണൽ ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ്, അതായത് 45,50,000 ഡിവൈഡഡ് ബൈ 2,50,000. അത് ഇത്ര ബഡ്ജറ്റഡ് വോളിയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 18.2 ആണ് ഇൻ്റർ ഡിവിഷണൽ ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ സിമ്പിളാണ്. ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും ഡെപ്റ്റേഴ്സ് അത് മൂന്നും കൂട്ടിയിട്ട് ആഡ് ചെയ്യാം. ഈ മൂന്നും കൂട്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുക. പിന്നെ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കുക, ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കുക. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ചെയ്യുക, ബഡ്ജറ്റഡ് വോളിയത്തിൻ്റെ കൂടെ നമ്മളത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഡയറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ 18.2 ആണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പാർട്ട് സിയിലോട്ട് പോകാം. പാർട്ട് സിയിലോട്ട് പോകണ മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ.